വെൽക്കം ബാക്ക്. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്താണ് കോച്ചിങ് കൗൺസിലിങ്ങുമായി എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ധാരാളം പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കൊച്ചിയിലെ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് ലൈഫ് കോച്ചിങ്, അതേപോലെ സ്റ്റുഡൻസ് കോച്ചിങ്, വിമൺ കോച്ചിങ്, പ്രൊഡക്ടിവിറ്റി കോച്ചിങ്, ക്ലാരിറ്റി കോച്ചിങ്, അങ്ങനെ വിവിധ തരത്തിലുള്ള കോച്ചിങ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ യൂട്യൂബിലൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആ ഒരു സംശയത്തിന് മറുപടി തരുന്നത്. യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഹെൽപ്പിംഗ് പ്രോസസ്സാണ്. അത് പാസ്റ്റിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രസൻറ്റിൽ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. എന്നാൽ കോച്ചിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എക്സ്ട്രീം പൊട്ടൻഷ്യലിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ സക്സസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കോച്ചിങ് എന്ന് പറയുന്നത് കൗൺസിലിംഗിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നത് തന്നെ അതൊരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കോച്ചിങ്ങിലൂടെ ആളുകൾ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ കൗൺസിലിംഗ് ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. പാസ്റ്റ് നടക്കുന്ന ഒരു പ്രശ്നത്തിനെയോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നത്തെയോ സോൾവ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അവിടെ അവർ വീക്ക്നെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് കൗൺസിലിങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അത് ഡിഫറെൻറ്റ് തെറാപ്പീസോ അല്ലെങ്കിൽ അതിൽ ചില സ്റ്റെപ്സുകളിലൂടെയൊക്കെ അവർ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നൊരു വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാൻ എങ്ങനെ സഹായിക്കും. ഇവിടെ കോച്ചിങ് എന്ന് പറയുന്നത് അവരുടെ സ്ട്രെങ്ത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്ട്രെങ്ത്തിനെ പോളിഷ് ചെയ്ത് അവരുടെ എക്സൽ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഞാനൊരു ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് കൗൺസിലിംഗ് തെറാപ്പീസും കൗൺസിലിംഗ് പ്രോസസ്സും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ലൈഫിൽ വ്യക്തമായൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത് ഞാൻ ലൈഫ് കോച്ചിങ്ങിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ്. ലൈഫ് കോച്ചിങ്ങും സെലിബ്രിറ്റി കോച്ചിങ്ങിനും ഒക്കെ തിരിഞ്ഞതിന് ശേഷമാണ്. ഈ ലൈഫ് കോച്ചിങ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും നാഷണൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എടുത്തതിന് ശേഷം ആണ് ഞാൻ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൽ ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ പ്രോഗ്രാമും അതുപോലെ നിരവധി കോച്ചിങ് പ്രോഗ്രാമുകളും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് റൺ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കരിയറാണ് കോച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു പാഷൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ എക്സ്പെർട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അതിനെ മോണിറ്റൈസ് ചെയ്യാൻ കോച്ചിങ് പോലെ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളൊരു കരിയർ ഇല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലും ഇനി വരുന്ന കാലഘട്ടങ്ങളിലും തന്നെ എല്ലാവർക്കും ഒരു കോച്ച് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് കോച്ചിങ്ങിനൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസാണുള്ളത്. സ്റ്റുഡൻസ് കോച്ചിങ്ങിൽ നമ്മൾ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അവരുടെ കരിയർ ഒരു കുട്ടി, അതായത് അതിന് പല ഘട്ടങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത് സ്റ്റുഡൻസ് കോച്ചിങ്ങിൽ. ഇപ്പോൾ ചെറിയ ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളെയാണ് സ്റ്റുഡൻസ് കോച്ചിങ്ങിൽ കോച്ചിങ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ടൂൾസും ടെക്നിക്കും സൈക്കോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റത്തിലൂടെയാണ് ഈ കോച്ചിങ് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അഡോളസൻസ് ഗ്രൂപ്പിൽ പ്രത്യേകിച്ചിട്ടുള്ള കോച്ചിങ് ടെക്നിക്സാണ്. അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസും അവരുടെ ഇമോഷണൽ ഇംബാലൻസും അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസും ഇതൊക്കെ ഒരു മാറി വരുന്ന ഒരു പ്രായത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നൊരു കോച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെ സയൻറ്റിഫിക് മോഡ്യൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് അവരെ എങ്ങനെയാണ് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാക്കി മാറ്റുക. 8ാം ക്ലാസ്സിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു പ്രോപ്പർ ഗോളില്ലാത്തത് കൊണ്ടാണ് പല സന്ദർഭങ്ങളിലും കുട്ടികൾ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ പിയർ പ്രഷർ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡിക്ഷനിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് ഒരു നല്ല ഒരു കോച്ചിന് ആ കുട്ടിയുടെ ഒപ്പം നിന്ന് അവരുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ അവർക്കൊരു സിസ്റ്റം പഠിക്കുക എന്നുള്ളൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിന്, ഡിസിപ്ലിൻ ആക്കുന്നതിന്, അവരെ ഗോളിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുന്നതിന് ഒരു നല്ല എന്തൂസിയാസമുള്ള ഒരു ഉത്സാഹമുള്ളൊരു കുട്ടിയാക്കി ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ആൻഡ് സ്പിരിച്വലി മോൾഡ് ചെയ്തെടുക്കുന്നതിന് നല്ല കോച്ചിന് സാധിക്കും. ഇത് സാധാരണക്കാർക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് ഈ ഒരു മോഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വിമൻ്റെ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, അവരുടെ പാഷനായിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യിപ്പിച്ച് അവരിലേക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വിമൺ കോച്ച് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ വിമൺ കോച്ചിങ്ങിൽ ആ തരത്തിലുള്ള സിലബസാണ്. അതായത്
ഒരു ഫെമിനൻ എനർജിയെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം, ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഫെമിനൻ എനർജി ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ എനർജീനെ എങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം, ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എത്രമാത്രം ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് വിമൺ കോച്ചിങ്ങിൽ നമ്മൾ കൊടുക്കുന്നൊരു സബ്ജക്റ്റ്. അതിനകത്ത് 9 ഏരിയാസ് പറയുന്നു. 9 ഏരിയാസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പൊട്ടൻഷ്യൽ, ഫെമിനൻ എനർജിയുടെ ഏരിയാസാണ്. ആ 9 ഫെമിനൻ എനർജീനെ അൺടാപ്പ് ചെയ്ത്, കാരണം ഇത് അൺടാപ്ഡ് ആണ്, അതിനെ ടാപ്പ് ചെയ്ത് ആ പൊട്ടൻഷ്യനെ അൺലീഷ് ചെയ്ത് ഒരു സ്ത്രീ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ഏത് ലെവൽ വരെ വേണമെങ്കിലും ഉയർന്നു പോകാം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വിമൺ കോച്ചിങ്ങിലൂടെ പഠിപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അവരെ അവേക്കൺ ചെയ്യുന്നൊരു പ്രോഗ്രാമും കൂടെയാണ്. ആദ്യം അവരെ ഇമോഷണലിയും മെൻ്റലിയും അതുപോലെ സ്പിരിച്വലി അവേക്കൺ ചെയ്തിട്ടാണ് ആ കോച്ചിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കോച്ച്, അതുപോലെ ക്ലാരിറ്റി കോച്ചിങ്, ഇതൊക്കെ തന്നെയും പ്രത്യേകം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് കോച്ചിങ്ങും. അപ്പോൾ ഇത് കൗൺസിലിങ്ങിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ഒരു കരിയറാണ്. അപ്പോൾ ഈ കരിയറിൽ ആർക്കൊക്കെ വരാമെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സ്, അതുപോലെ സോഷ്യൽ വർക്കേഴ്സ്, കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ ഫ്രഷ് ഗ്രാജുവേറ്റ്സ്, ഹോം വർക്കേഴ്സ്, ഇപ്പോൾ ഏതെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു കരിയർ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ സെഷൻസിലൂടെ ഈ ഒരു കരിയർ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. വർക്ക് ഫ്രം ഹോമിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കരിയറാണ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോച്ചിങ് മേഖലയിലേക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഇതിനോടൊപ്പമുള്ള നമ്പറിലോ അല്ലെങ്കിൽ ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള ലിങ്കിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.